തിരുവനന്തപുരം കോർപ്പറേഷൻ വീഴാനുള്ള സാധ്യത കുറവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോഴും ഏറ്റവും വലിയ കക്ഷി BJP തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ LDF-നും UDF-നും മുമ്പിലേക്ക് വന്നാൽ അവിടെ ഒരിക്കലും BJP അല്ലാതെ ഭരിക്കില്ല. ഇപ്പൊ പാലക്കാട്, തൃപ്പൂണിത്തുറ, അപ്പൊ അവിടെയൊക്കെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു, അവിടെ BJP ഭരിക്കുന്നു. LDF-ഉം UDF-ഉം കൂടി ഭരിക്കുക എന്നുള്ള ഒരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് BJP-യുടെ ഭരണം പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ BJP-ക്ക് വലിയ തിരിച്ചടികൾ തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോവുകയാണ്. മുമ്പ് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, BJP ഇല്ലാതാവണമെങ്കിൽ അവർക്ക് കുറച്ച് സ്ഥലത്തെങ്കിലും അധികാരം കിട്ടണം. അല്ലെങ്കിൽ MP ആവണം, MLA ആവണം. ഇപ്പൊ തൃശ്ശൂര് MP 2029 സുരേഷ് ഗോപി ആ ഭാഗത്തേക്ക് പോലും വരാൻ സാധ്യതയില്ല. പിന്നെ അവിടെ ജയിക്കാൻ സാധ്യതയില്ല. ഒരു സീറ്റിൽ പോലും ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് നിർണായകമായ വോട്ട് കിട്ടിയില്ല. അവിടെ ഒന്നാം സ്ഥാനത്ത് വന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് 3 സീറ്റിൽ BJP ജയിച്ചിട്ടുണ്ട്. ആ 3 സീറ്റും അടുത്തവണ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് പൊതുവെ കേരളത്തിൽ അവരുടെ ഒരു പെർഫോമൻസ്. മുമ്പ് O രാജഗോപാൽ നേമത്തിൽ ജയിച്ചു, പിന്നെ ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത്, ഞാനൊരു BJP-യുടെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും അത് മാത്രമല്ല, ഇക്കാലം അത്രയുള്ള അവരുടെ പെർഫോമൻസ് നോക്കിയാൽ നമ്മൾ അത് കാണാൻ പറ്റും. ഭരിച്ച് ഇല്ലാതാവുന്ന അല്ലെങ്കിൽ അധികാരം കിട്ടി ഇല്ലാതാവുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൽ BJP. ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം വളരെ വളരെ മ്ലേച്ഛമായ കമന്റുകളാണ് പോലീസിന്റെ DGP ആയിരുന്ന ശ്രീലേഖ ഇവിടെയും പറഞ്ഞത്. ഇതിന് മുമ്പ് അവരിങ്ങനെയുള്ള കലാപരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വാഴോട്ടുകോണം എന്ന് പറയുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു ഡിവിഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡിവിഷനിൽ വിജയിച്ച ഒരാൾ R സുഗതൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹമല്ല, BJP-കാരൻ. അദ്ദേഹം ഒരു കാപ്പ കേസിൽ പ്രതിയാവുന്നു. ഇദ്ദേഹത്തിനെ പോലീസ് പലതവണ വിളിക്കുന്നു. പിടികിട്ടാ പുള്ളി എന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇയാളെ പിടിക്കാൻ പോലീസ് വളഞ്ഞു ഇയാൾ മതിൽ ചാടുമ്പോൾ പോലീസ് മേലേക്ക് വെടിവെച്ച് ഇയാളെ പിടിക്കുന്നു. അത് പോലീസിന്റെ ഒരു രീതിയാണ്, മേലേക്ക് വെടിവെക്കുക. ഇയാളെ പിടിച്ചു. യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. ഇപ്പൊ മുരളീധരൻ പോലും ആ സംശയം ഉന്നയിച്ചിട്ടുണ്ട്, മന്ത്രി ഇത്ര ആഘോഷം വേണ്ടിയിരുന്നുവോ? കാരണം മുരളീധരന്റെ മണ്ഡലത്തിൽ ഒരു വോട്ടറാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അതിന് അന്തിമമായി തീരുമാനം എടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തരമന്ത്രി ആ പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു പണിയാണ് അവിടെ ചെയ്തത്. പിടികിട്ടാ പുള്ളിയെ, കാപ്പ കേസിലെ പ്രതിയെ വളഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ജാമ്യം കിട്ടലൊന്നും ഇത്ര എളുപ്പമല്ല. അത്ഭുതകരമായ കാര്യം, ആദ്യത്തെ 24-48 മണിക്കൂർ BJP-കാരും മിണ്ടിയില്ല. BJP-ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, BJP-കാര് രാജീവ് ചന്ദ്രശേഖരനെ നിർത്തി പൊരിക്കുക. പൊങ്കാല എന്നൊന്നും പറഞ്ഞാൽ പോരാ, പൊങ്കാലിട്ടുകൊണ്ടിരിക്കുക. എന്താ കാര്യം? BJP-യുടെ ഒരു കൗൺസിലറും പ്രാദേശിക നേതാവുമായ R സുഗതനെ പോലീസ് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ MLA രാജീവ് ചന്ദ്രശേഖർ മിണ്ടിയില്ല എന്നതാണ് പ്രശ്നം. അദ്ദേഹം മിണ്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് മിണ്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല, താഴെ തട്ടിൽ നിന്ന് വന്ന ആളല്ല, അടിയും ഗുണ്ടായുസം കൊണ്ടല്ല രാഷ്ട്രീയം എന്ന് വിചാരിച്ച ഒരാളാണ്. അദ്ദേഹം ആ രാഷ്ട്രീയം വെച്ച് കാപ്പ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്താൽ എന്തിനാ മിണ്ടണേ? ഇപ്പൊ വീണ വിജയന്റെ കാര്യത്തിൽ CPM എത്തി ഒരു നിലപാടുണ്ട്. എന്താ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അതിന് പിന്നാലെ ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് പറയുന്നതുണ്ട്. അതുകൊണ്ട് അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നായിരിക്കും രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ച. ആൾ കുറ്റക്കാരനാൾ ശിക്ഷിക്കപ്പെടണമല്ലോ. CPM-നാണ് കാപ്പ പ്രതികൾ വന്നാൽ മാലയിട്ട് സ്വീകരിക്കുന്ന പണി. BJP അങ്ങനെ തുടങ്ങിയിട്ടില്ല, ചെയ്യും. പക്ഷെ ജനങ്ങള്, അവരുടെ അണികൾ ആഗ്രഹിക്കുന്ന എന്താ? തന്റെ പാർട്ടിയിൽപ്പെട്ടവർ എന്ത് തെറ്റ് ചെയ്താലും അത് ന്യായീകരിക്കുകയും അതിനെ പിടിക്കാൻ വരുന്നവരെ അടിച്ചകറ്റുകയും ഒക്കെ ചെയ്യുക എന്ന കലാപരിപാടിയാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പൊതുശീലം. പോലീസ് സ്റ്റേഷനിൽ പോയി ആളെ ഇറക്കിക്കൊണ്ടുവന്ന ജയരാജന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ കൊലക്കേസിലെ പ്രതിയെ പോലെ ഇറക്കി കൊണ്ടുവന്നുണ്ട്. അപ്പൊ പ്രശ്നം എന്താ? ഇവിടെ
ശ്രീലേഖ പോലെ പോലീസിന്റെ ഉന്നതാധികാരത്തിൽ ഒരുപാട് കാലം ഇരുന്ന ഒരാൾ പട്ടിഷോ എന്ന് പറയുക. എന്ത് നിലയ്ക്കാത്? അവർക്ക് കോടതിയിൽ പോകാലോ. കോടതിയിൽ പോകാൻ എല്ലാ സംവിധാനമുള്ള ആളല്ലേ ബി ജെ പിയുടെ കൗൺസിലർ. അത് മാത്രമല്ല, അങ്ങനെ പോയാൽ അവർക്ക് നിയമപ്രകാരം വേണമെങ്കിൽ ജാമ്യം കിട്ടാം, മറ്റു രീതികളൊക്കെ ചെയ്യാം. പക്ഷെ കാപ്പ കേസാവുമ്പോൾ അത്ര എളുപ്പമായിരിക്കൂല ജാമ്യം കിട്ടാൻ എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ബി ജെ പിയുടെ ഏറ്റവും വലിയ ദുരന്തം ശ്രീലേഖയായിരിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുടുങ്ങിയായ്മ അല്ലേ, കേരളത്തിൽ മുഴുവൻ ലവ് ജിഹാദാന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കണക്കൊക്കെ എടുത്ത് കാണിച്ചു. കണക്ക് നോക്കിയപ്പോൾ കണക്കിലൊന്നുമില്ല, കൈരേഖ മാത്രമേ ഉള്ളൂ, വേറെ രേഖയൊന്നുമില്ല. പാർലമെന്റിൽ അവരുടെ മന്ത്രി പറഞ്ഞു, ഇതിലൊന്നുമില്ല, ഞങ്ങള് ഇതുവരെ കേരളത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിനി പോകാൻ വേറെ വഴികളൊന്നുമില്ല. ബി ജെ പി വി രാജേഷ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ബി ജെ പിയുടെ താഴെയുള്ള മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി ഈ കൗൺസിലർ അയാളെ പുറത്താക്കണം. അയാളെ പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അയാളെ പുറത്താക്കിയില്ലെങ്കിൽ ബി ജെ പി നീന്നാറും. അയാളെ പുറത്താക്കുമ്പോൾ അവിടെ ഒരു മത്സരം വരും, അതിലേക്ക് ആര് വേണം എന്നുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി.